ഒഴിവാക്കുക. ഇനി നമ്മളെ സൈഡിൽ കെട്ടാനുള്ള കയറ് സൈഡിലേക്ക് തുമ്പ് ഫ്രണ്ടിൽ വന്ന് തുമ്പ് സൈഡിലേക്ക് കൊടുക്കുക. ഈ ഭാഗം നമ്മൾ ഇതിനടിച്ച് മുറിച്ചിട്ടില്ല, ഇതിനൊന്ന് ജസ്റ്റ് അടിച്ച് മുറിക്കുക. മുറിക്കാനെ കുറിച്ച് എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട് പീസിന് ഇതങ്ങനെ അടിച്ച് മുറിക്കുക. ഇപ്പോൾ പീസിന് അടിച്ച് മുറിച്ചു. ഈ അടുത്ത പീസിന് എടുത്തിട്ട് പെട്ടെന്ന് അടിച്ച് മുറിക്കുക. അപ്പോൾ ഇതാ ഇതിനെ നമ്മളിനി ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് തുമ്പ് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ ഒന്ന് മടക്കിയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് ജസ്റ്റ് ബാക്കൊക്കെ തുമ്പാക്കിയിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ബാക്ക് ഒരു സൈഡ് കയറായി. ഈ സൈഡിലും അതേ അളവിൽ ഒരു ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി മറ്റേ സൈഡ് നമ്മൾ തുമ്പിനനുസരിച്ച് ഫ്രണ്ടിൻ്റെ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിനനുസരിച്ച് ഇതിന് അടിഭാഗം ഇൻ്റർലോക്ക് വന്നിട്ടുണ്ട്, മടക്കി അടിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ താഴത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ചെറിയൊരു കയറ്റിറക്കം വന്നിട്ടുണ്ട്, അത് നമ്മൾ താഴെ കൊണ്ട് ലെവലാക്കുക. അപ്പോൾ മേലെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബോഡി അളവ് കറക്റ്റാക്കുക. തുമ്പ് പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് മറിച്ച് കൊടുക്കുക. അതാ
ഇതാണ് ഫ്രോക്ക്. ഇനി ബാക്കിൽ ഹുക്ക് കൂടെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഫോട്ടോ കാണിച്ച ഫ്രോക്ക് റെഡി. മൂന്ന് തട്ട് യോക്കിൻ്റെ താഴെ 3 തട്ട് വന്നിട്ടുള്ള ഫ്രോക്ക് റെഡി ആയി കഴിഞ്ഞു. സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഫ്ലവറൊക്കെ കൊടുക്കാം. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഫ്ലവർ കൊടുക്കുന്ന വീഡിയോ കാണിച്ചിരുന്നു. ജസ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കുക. നമ്മളൊരു സ്ട്രേറ്റിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്രോസിലാണ് വേണ്ടത്. സ്ട്രേറ്റിൽ ലെവലായി നോക്കിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ പീസിൽ നോക്കിയിട്ട് ഫ്ലവർ ഉണ്ടാക്കേണ്ട മുമ്പ് കാണിച്ചിരുന്നു. ഇതിന് വെറുതെ ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. ലെവലായതുകൊണ്ട് എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല, നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്രോസിലെടുക്കാം. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി നോക്കുകയാണ്. ആവുമെന്ന് പറയാൻ പറ്റില്ല, ലെവൽ പീസാണ്. എങ്കിലും ചുറ്റി നോക്കാം നമുക്ക്. ഫ്ലവർ ഏകദേശം നമ്മൾ ഉണ്ടാക്കി നോക്കി. കുഴപ്പമൊന്നുമില്ല, കുറച്ച് വലിയ പൂവാണ്. അപ്പോൾ ഇത് ഇത്ര വലുത് വേണ്ട, പുറവും. അപ്പോൾ നമുക്ക് ക്രോസിൽ അടുത്ത വീഡിയോയിലൂടെ ക്രോസിലൊരു പീസ് ഇട്ടിട്ട് ഇതിനൊരു ഫ്ലവർ ഉണ്ടാക്കി കാണിച്ചു തരാം. അവരേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും മനസ്സിലാക്കി തോന്നുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.